എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എൻ.ഡി.എ മുന്നണിയിൽ തമ്മിലടി. ബി.ഡി.ജെ.എസിന് നൽകിയ സീറ്റുകൾ ബി.ജെ.പി തട്ടിയെടുത്തുവെന്നാണ് ബി.ഡി.ജെ.എസിന്റെ പരാതി. തർക്കങ്ങൾക്കിടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ ഒരു വാർഡിൽ ബി.ജെ.പിയും ബി.ഡി.ജെ.എസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു. സീറ്റ് വീതം വെപ്പിനെ തുടർന്ന് എറണാകുളം ജില്ലയിൽ എൻ.ഡി.എ മുന്നണിയിൽ ഉടലെടുത്ത തർക്കം പരസ്യമാവുകയാണ്. ജില്ലയിൽ ബി.ഡി.ജെ.എസിന് അനുവദിച്ചിരുന്ന സീറ്റുകളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തട്ടിയെടുത്തെന്നാണ് ബി.ഡി.ജെ.എസിന്റെ പരാതി. ആദ്യം ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വാർഡുകളിൽ പിന്നീട് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും പരാതി ഉയരുന്നു. ഇതിനിടെയാണ് കുമ്പളങ്ങി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ബി.ജെ.പിയും ബി.ഡി.ജെ.എസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ച ആൾക്ക് ബി.ജെ.പി സീറ്റ് നിഷേധിച്ചതോടെയാണ് ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമ്മുടെ യുവമോർച്ചയുടെ പ്രസിഡന്റായിട്ടുള്ള ജിത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ ശരിക്കും ബി.ജെ.പിക്ക് താമര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിഭാഗീയതയോ മറ്റെന്തോ കൊണ്ടിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് ബി.ജെ.പിയുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ഷൈജു അവർകളാണ് ഈ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അതിക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അവരോട് ഇവിടെ നമ്മൾ മത്സരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിനെ റെഡിയാക്കിയത്. പിന്നീടാണ് അതറിഞ്ഞത് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നറിഞ്ഞത്. യുവമോർച്ച കൊച്ചി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റിന്റെ ഭാര്യയായ ദേവിക വി.ഡി.യെയാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. പിന്നീട് ഇവരെ മാറ്റി മഞ്ജു ഷൈജേഷ് എന്ന സ്ത്രീയെ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ദേവിക ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയത്. ബി.ഡി.ജെ.എസിനായി നൽകിയ വാർഡായിരുന്നു 17-ാം വാർഡ്. ഇവിടുത്തെ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയായി ദേവികയെ പ്രഖ്യാപിച്ചതും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റാണ്. അതേസമയം പ്രാദേശിക നേതൃത്വമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നാണ് ബി.ജെ.പിയുടെ വിശദീകരണം. ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ ഇപ്പോൾ വാർഡിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. കൊച്ചി കോർപ്പറേഷനിലും മുളവുകാട് പഞ്ചായത്തിലും സീറ്റ് വിഭജനത്തിൽ തർക്കമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.